ഫേസ് ലൈറ്റനിങ് റോസ് ക്രീം. ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ആൻറ്റി ഏജിങ്ങിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലേ ഇത്. ശരിക്കും നമ്മുടെ ഒരു ബ്ലെസ്ഡ് ടൈം ആണെന്ന് വേണം വിചാരിക്കണം. കാരണം നമുക്ക് ലൈഫിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയാം. നമുക്കിപ്പോൾ സ്കിൻ കെയറിനെ കുറിച്ചാണെങ്കിലും കുറേ കാര്യങ്ങൾ അറിയാം. നിറയെ പേരും ലൈഫിനെ വളരെ മെച്യൂരിറ്റിയോടെ കൊണ്ടുപോകുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചും സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചും നല്ല നല്ല പാട്ടുകൾ കേട്ടും ഒക്കെയാണ് അല്ലേ. കുറേ പേരുടെയും വിഷമമാണ്, മുഖത്ത് കുറെ കുത്തുകൾ വരുന്നു, പാടുകൾ വരുന്നു, പെട്ടെന്നൊരു മങ്ങൽ വരുന്നു ഫേസിന്. ഒരു സൈഡിൽ ഫേസിൽ കളറുണ്ട്, ഒരു സൈഡിൽ കളറില്ല. മൂക്കിന്റെ തുമ്പത്ത് കുറച്ച് കറുത്ത കളർ വരുന്നു. താടിയുടെ ഈ ചുണ്ടിന്റെ രണ്ട് സൈഡിലും കുറച്ച് കറുത്ത കളർ വരുന്നു. താടിയുടെ ഇവിടെ ഒക്കെ ബ്ലാക്ക് ആവുന്നു, അല്ലെങ്കിൽ നെറ്റിയിൽ എന്തെങ്കിലും ഒരു ബ്ലാക്ക് കളർ വരുന്നു. എന്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു ക്ലിയർ ആയിട്ടുള്ള സ്കിൻ വളരെ ആഗ്രഹമാണല്ലേ. ഒരു പാട് പോലും ഇല്ലാത്ത, പെട്ടെന്നൊന്നും മേക്കപ്പ് ഒന്നും ഇല്ലാതെ പുറത്ത് ഓടി പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സ്കിന്ന് കിട്ടാനായിട്ട് എല്ലാവർക്കും ആഗ്രഹമില്ലേ? അങ്ങനെ ഒരു സ്കിന്ന് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ക്രീമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നമ്മുടെ ഫേവറേറ്റ് ഫ്ലവറായ റോസ് ഫ്ലവർ വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. റോസ് ഫ്ലവറും അലുവേറയും വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ എടുത്തിരിക്കുന്നത് പനീർ റോസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റോസ് എടുത്തോളൂ. നിങ്ങൾക്ക് കിട്ടുന്ന റോസ് എന്താണെന്ന് വെച്ചാൽ അതെടുത്തോളൂ, ഒരു കുഴപ്പവുമില്ല. റോസ് ഫ്ലവർ, റോസ് നമുക്ക്, നിങ്ങൾ റോസ് വാട്ടറിനെ കുറിച്ച് നിറയെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പൊ റോസ് വാട്ടറിന് എത്രത്തോളം ബെനിഫിറ്റ്സ് ഉണ്ട് സ്കിൻ കെയർ അല്ലെ, എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് സ്കിൻ കെയറിൽ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ റോസിന്റെ പ്യുവർ എക്സ്ട്രാക്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ ക്രീം ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ നമ്മുടെ മാജിക്കൽ പ്ലാന്റ് അലുവേറയും കൂടെ ചേരുമ്പോൾ നമ്മളുടെ സ്കിന്നിൽ ഒരു പാട് പോലും ബാക്കി കാണാതെ എടുത്തു മാറ്റാൻ കഴിവുള്ള ഒരു ക്രീമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇത് നിങ്ങൾ നൈറ്റ് ഉപയോഗിച്ചോളൂ. ഒരു 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് നോക്കാം സ്കിൻ എത്രമാത്രം ട്രാൻസ്ഫർ ആകുന്നുണ്ടെന്ന്. ഒരു മാർക്ക് പോലും ഇല്ലാതെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ക്ലീൻ ആയിട്ടുള്ള സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യണം, പിന്നെ സ്കിൻ കെയർ ചെയ്യണം. ഇതുപോലെ ഈ ക്രീം ഇടുന്നതിന് മുന്നേ നന്നായിട്ട് ക്ലീൻ ചെയ്ത ഫേസിൽ വേണം ഇടാൻ. ഫേസിൽ ഒട്ടും തന്നെ മേക്കപ്പോ അല്ലെങ്കിൽ വിയർപ്പോ അല്ലെങ്കിൽ നമ്മളുടെ ഡേർട്ടോ, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിറച്ച് അന്തരീക്ഷത്തിൽ നിറയെ പുക, പൊടി, സൺലൈറ്റ് മാത്രമല്ല നമ്മുടെ എനിമി. ഞാൻ എപ്പോഴും പറയും എല്ലാ വീഡിയോയിലും, സൺലൈറ്റ് നമ്മുടെ ഫസ്റ്റ് എനിമിയാണ്. എന്തുകൊണ്ട്? UV റേസ് ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഭൂമിയിലേക്ക് വരുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓസോൺ പാളി, നിങ്ങൾക്ക് അതൊക്കെ അറിയാലോ, ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പോകുന്നില്ല. അൾട്രാ വയലറ്റ് റേസ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഹിറ്റ് ചെയ്യുന്ന, നമ്മുടെ ഫേസിലോട്ട് ടച്ച് ചെയ്യുന്ന, അല്ലെ എക്സ്പോസ് ആയിട്ടുള്ള ഭാഗത്തോട്ട് ടച്ച് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഡിസ്കളറേഷൻ ഉണ്ടാകുന്നത്. ഡിസ്കളറേഷനെ പറ്റി നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും. ഓക്കെ, സോ ഇതെല്ലാം ഒന്ന് മാറ്റി നമ്മുടെ ഫേസിന് ഒരു ഈവൻ സ്കിൻ ടോൺ, എല്ലായിടത്തും ഒരേപോലത്തെ സ്കിൻ ടോൺ തരാനും, അണ്ടർ ഐയുടെ കീഴെയൊക്കെ നിങ്ങൾക്ക് ഡിസ്കളറേഷൻ, അതായത് അണ്ടർ ഐ സർക്കിൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ ഐലിഡിന്റെ മേൽവശം കറുത്താണ് ഇരിക്കുന്നെങ്കിലും അതൊക്കെ മാറ്റി ഒട്ടുമൊത്ത ഫേസിന് ഒരു കറക്റ്റ് ആയിട്ടുള്ള കളർ, അതായത് ഒരേപോലത്തെ കളർ തരാൻ വേണ്ടിയുള്ള ഒരു ക്രീമാണ് നമ്മൾ ഇന്ന് റോസ് അലുവേറ ക്രീം ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് റോസ് ആൻഡ് അലുവേറ. റോസിന്റെ കുറേ ബെനിഫിറ്റ്സ് നിങ്ങൾക്കറിയാം. സ്കിന്ന് വൈറ്റൻ ചെയ്യാനും, സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനും, നിങ്ങളുടെ സ്കിന്നിലുണ്ടാകുന്ന റിങ്കിൾസ്, ആക്നെ മാർക്ക്, ഫൈൻ ലൈൻസ് എല്ലാം മാറ്റാനും, നമ്മുടെ സ്കിന്നെ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനും ഒക്കെ കഴിവുള്ള ഒരു പ്രിൻസസ് ഓഫ് ഫ്ലവേഴ്സ് ആണ് അല്ലേ. ലോട്ടസ് ആണത്, ബട്ട് റോസും അതുപോലെ തന്നെയാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോയിട്ട് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. ഈ ക്രീമിലേക്ക് ആദ്യം നമുക്ക് അലുവേറ ജെൽ എടുക്കാം. അലുവേറയുടെ ലീഫിന്റെ സൈഡിലുള്ള ആ മുള്ളെല്ലാം മാറ്റിയിട്ട് നടുക്കുള്ള ജെല്ലാണ് എടുക്കുന്നത്. ഒരിക്കലും ഗ്രീൻ കളർ ഒട്ടും തന്നെ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അലുവേറ പ്ലാന്റ് ഒരു 5-6 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുന്നത് വളരെ നല്ലതാണ്. അലുവേറ നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യുകയും സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യുകയും സ്കിന്നിന് നല്ല വെളുത്ത കളർ തരികയും സ്കിന്നിലുള്ള പാടുകളെ എല്ലാം മായ്ക്കുകയും റിങ്കിൾസ്, ഫൈൻ ലൈൻസിനൊക്കെ വരാതെ നമ്മളെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുകയും നമ്മുടെ സ്കിന്നിനെ UV റേസ്, സൺലൈറ്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്ത് ഒരു സൺസ്ക്രീൻ പോലെ വർക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് അലുവേറ. അലുവേറ പ്ലാന്റിന്റെ ഈ ജെല്ല് മോരിനകത്തിട്ട് അടിച്ചു കുടിച്ചാൽ നമ്മുടെ ശരീരത്തിനും നമ്മുടെ ബ്യൂട്ടിക്കും അത്രയ്ക്കും നല്ലതാണ്. ഈ ജെല്ല് എടുത്തിട്ട് നമുക്ക് വീണ്ടും ഒരു 10 മിനിറ്റ് വാട്ടറിൽ ഇട്ട് വെക്കാം. അതിന്റെ കറയൊക്കെ കുറച്ചും കൂടെ ഒന്ന് മാറി വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും.
ഇതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ റോസ് ഫ്ലവർ. നിങ്ങളുടെ കയ്യിൽ എത്ര റോസ് ഉണ്ടോ അത്രയും എടുത്തോളൂ. ഇതിന്റെ ഇതളുകൾ മാത്രമാണ് നമുക്ക് വേണ്ടത്. നല്ല ഇതളുകളെല്ലാം മാറ്റി അതിനകത്ത് പുഴു ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ മരുന്നടിച്ചായിരിക്കും ഇതിനെ പരിപാലിക്കുന്നത്. അതുകൊണ്ട് വളരെ നന്നായിട്ട് കഴുകിയെടുക്കാനും മറക്കരുത്. റോസ് ഫ്ലവർ നമ്മുടെ സ്കിന്നിന് നല്ല വെളുത്ത കളർ തരികയും സ്കിന്നിനെ മോയ്സ്ചറൈസ്, സ്കിന്നിന്റെ ഈർപ്പത്തെ നിലനിർത്തുകയും സ്കിന്നിനെ യുവത്വത്തോടെ വെക്കാൻ നമ്മളെ സഹായിക്കുകയും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന വരകളും ചുളിവുകളും സൺലൈറ്റ് കൊണ്ടുണ്ടാകുന്ന മാർക്കുകളും പിഗ്മെന്റേഷൻ, അതായത് കരിമംഗല്യത്തിനും ഒക്കെ വളരെ നല്ല ഒരു ഇൻഗ്രീഡിയന്റ് ആണ് റോസ് ഫ്ലവർ. നമുക്ക് ഈ റോസ് ഫ്ലവറും നമ്മുടെ ഈ അലോവേറ ജെല്ലും അതിനകത്തോട്ട് നമുക്ക് ഒരു 200 ml റോസ് വാട്ടർ കൂടെ ഒഴിച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ എക്സ്ട്രാക്ട് എടുക്കാൻ പോകുന്നത്. സ്കിന്നിന് ഒരു ഗ്ലാസ് സ്കിൻ എഫക്റ്റ് തരാനായിട്ട് തവിട് കളയാത്ത അരി കഴുകിയ വെള്ളമാണിത്. ഞാനൊരു 100 മില്ലി തവിട് കളയാത്ത അരി കഴുകിയ വെള്ളം ഇട്ടിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ട് നമുക്കൊരു തുണിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അരിപ്പയുണ്ടെങ്കിൽ അതോ വെച്ച് അതിന്റെ ജ്യൂസ് മാത്രം നമുക്ക് അരിച്ചെടുക്കാം. ഇതെല്ലാം കൂടെ ആകെ മൊത്തം ഒരു 200 മില്ലിയാണ് നമുക്ക് ഇതിന്റെ ക്വാണ്ടിറ്റി ഉണ്ടാകുക. ഇത് ഈ തുണിയിൽ ഒഴിച്ചാൽ തന്നെ ചീസ് ക്ലോത്ത് ആണിത്. ഇതിൽ ഒഴിച്ചാൽ തന്നെ നമുക്ക് ഈ ജ്യൂസ് ഇറങ്ങി വരും. ഒത്തിരി പ്രസ് ചെയ്തെടുക്കണ്ട, ചിലപ്പോ ആ റോസ് ഫ്ലവറിന്റെ തരികളെല്ലാം കൂടെ വരും. അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് നയാസിനമൈഡ് ആണ്. നയാസിനമൈഡ് ഒരു 1/2 സ്പൂൺ ഒഴിച്ചാൽ മതിയാകും. അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ ഗ്ലിസറിനിലേക്ക് 1 ഗ്രാം സാന്താൻ ഗമ്മാണ്. നമ്മുടെ ക്രീമിന്റെ സ്റ്റെബിലിറ്റി ജെല്ല് പോലെ കിട്ടാൻ വേണ്ടി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ നമ്മുടെ റോസ് വാട്ടർ അലോവേറ എക്സ്ട്രാക്ട്, അതായത് റൈസ് വാട്ടറും ചേർത്തിട്ടുണ്ട്, ആ എക്സ്ട്രാക്റ്റിലേക്ക് ഇട്ട് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിതിനെ ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റി വെക്കാം. ചെറിയ ബൗളിലേക്ക് മാറ്റി നല്ല ഒരു സിൽവർ പേപ്പർ എയർ ടൈറ്റ് ആയിട്ട് മൂടി ഒരു നൈറ്റ് ഫുള്ള് സെറ്റ് ആകാൻ വേണ്ടി വെക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല, ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഒരു ദിവസം കഴിഞ്ഞ് നമ്മുടെ ക്രീം എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. നല്ല കളറായിട്ട് നല്ല ജെൽ ഫോമിൽ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് എടുത്ത് ഇളക്കി നോക്കിയിരുന്നു. നമുക്കിതിനെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് മാറ്റിയിട്ട് ഡെയിലി നൈറ്റ് ഒരു 30 നാൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് നോക്കൂ. നിങ്ങളുടെ സ്കിൻ ഒരു പാട് പോലും ഇല്ലാത്ത, റിങ്കിൾസ് ഇല്ലാത്ത, ചുളിവുകളില്ലാത്ത യങ് സ്കിൻ ആയിട്ട് മാറുന്നത് കാണാൻ പറ്റും. റെഗുലർ ആയിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ക്രീമൊക്കെ ഉണ്ടാക്കി. നിങ്ങൾ ഇനി ചെയ്യേണ്ടത് പറ്റുമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് സ്റ്റീം ടവൽ ഹോട്ട് വാട്ടറിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റീം വെച്ചിട്ട് നൈറ്റ് ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് സ്റ്റീം വെച്ചിട്ട് ലൈറ്റായിട്ടൊരു ഐസ് റബ്ബ് കൊടുത്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യൂ. 30 days കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഡിഫറൻസ് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ഈ ആന്റി ഏജിങ്ങിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് എപ്പോഴും നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതൊരു പ്രശ്നമേ അല്ല എന്ന് മനസ്സിലാക്കണം. ഓക്കെ, നമുക്ക് ചിലപ്പോൾ നമ്മളോട് ആരെങ്കിലും അടുത്തുള്ളവർ പറയുമോ, നമ്മുടെ കുട്ടികൾ തന്നെ ചിലപ്പോൾ പറയും. കാരണം അതൊരു ഫണ്ണായിട്ടാണ് അവരെടുക്കുന്നത്. നമ്മളും ആ പ്രായത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഓർക്കണം അല്ലെ. നമ്മളും ആ പ്രായത്തിൽ നമ്മുടെ പേരൻസിനോട് ഉണ്ട്, ഓ അമ്മയ്ക്ക് ഇനി എന്തിനാ ഇതൊക്കെ, അമ്മ എന്തിനാ ഇത് ചെയ്യുന്നത്, അല്ലെ അമ്മയ്ക്ക് എന്തിനാ ഈ സാരി, അല്ലെ അമ്മ എന്തിനാ ഇത്ര ഒരുങ്ങുന്നത്, അല്ലെ അമ്മയ്ക്ക് എന്തിനാ ഈ സ്കിൻ കെയർ ഒക്കെ എന്ന് ചോദിക്കുന്ന ചില കുട്ടികൾ ഉണ്ട്. കാരണം അവർക്ക് അത്രയ്ക്കേ അറിയത്തുള്ളൂ. അവർ ആ ഏജിലാകുമ്പോഴാണ് അവർ മനസ്സിലാക്കുക, ഓ ഇത് വളരെ യങ് ആയിട്ടുള്ള ഒരു പീരീഡാണ് ഇവർ കടന്നു പോകുന്നത്. അതായത് നമ്മൾക്ക് ഏജ് ആകുന്നത് നമ്മുടെ ശരീരത്തിനും സ്കിന്നിനും മാത്രമാണ്. നമ്മുടെ മനസ്സ് നമുക്ക് എന്ന് നല്ല ഒരു ഓർമ്മയുണ്ടായോ ആ കാലം പോലെ നമ്മുടെ മനസ്സ് എപ്പോഴും ഒരുപോലെ തന്നെയാണ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ മനസ്സിൻ്റെ ചിലപ്പോൾ നമ്മുടെ മെച്യൂരിറ്റി ലെവൽ മാറിയിട്ടുണ്ടായിരിക്കും. നമ്മുടെ ലൈഫിലെ എക്സ്പീരിയൻസ് കാരണം നമ്മളുടെ മെച്യൂരിറ്റി, അതായത് നമ്മൾ പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യുന്ന വിധവും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സിറ്റുവേഷൻസ് എല്ലാം തന്നെ, ഹാപ്പിനെസ് ആവട്ടെ, ഇൻസിഡൻസ് ആവട്ടെ, ഒക്കേഷൻസ് ആവട്ടെ, അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന വിധത്തിന് കുറച്ച് മെച്യൂരിറ്റി വന്നിട്ടുണ്ടായിരിക്കും. ബട്ട് സ്റ്റിൽ നമ്മുടെ മൈൻഡ് എപ്പോഴും ഒരേപോലെയാണ്. നമുക്കിപ്പോഴും കല്ല് പാകിയ, ഞാൻ ഈ പുറയിൽ കല്ലൊട്ടിച്ചൊക്കെ എൻ്റെ നൊസ്റ്റാൾജിക് ഫീലിങ്ങിൻ്റെ ഇതുകൊണ്ടാണ്. കല്ല് പാകിയ ഒരു വഴിത്താരയും അല്ലെങ്കിൽ 2 സൈഡിൽ മരങ്ങൾ നിൽക്കുന്ന, അതൊക്കെ ഞാൻ നാടിനെ മിസ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഒരു സ്വപ്നത്തിലുള്ളതാണ് കേട്ടോ. അങ്ങനെ ഒരു കാക്കപ്പൂ കണ്ട്, ഇവിടെ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ താഴെ കാക്കപ്പൂ വെച്ചിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഓണമൊക്കെ റിലേറ്റഡ് ആയിട്ട് കാണുന്ന കുറേ പൂക്കളാണ് അതൊക്കെ. അപ്പം നമ്മൾക്ക് എപ്പോഴും നമ്മുടെ മൈൻഡ് സ്റ്റിൽ എപ്പോഴും അതേ
അതേപോലെ തന്നെയാണ്. വയസ്സായെന്നോ യങ് ആയെന്നോ അല്ലെങ്കിൽ ഇങ്ങനായെന്നോ അങ്ങനായെന്നോ വർക്ക് സ്ട്രെസ് ഉണ്ടെന്നോ ഒക്കെ അതൊക്കെ ഇങ്ങനെ കടലിന്റെ മേളിലുള്ള തിരമാലകൾ പോകുന്ന പോലെ പോകുന്ന കുറെ കാര്യങ്ങളാണെന്നല്ലാതെ അത് റിയൽ ആയിട്ടുള്ള കടലല്ല, അത് റിയൽ ആയിട്ടുള്ള നമ്മളല്ല, അല്ലെ? നമ്മൾ എന്ന് പറയുന്ന നമ്മൾക്കുള്ളിൽ ഒരു നമ്മളുണ്ട്. ആ നമ്മളെ നമ്മൾക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് മനസ്സിലാക്കുക. വേറൊരാൾ അറിയണം എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്താണ് നമ്മൾ തോറ്റു പോകുന്നതെന്ന് മനസ്സിലാക്കണം. നമ്മളെ അവർ മനസ്സിലാക്കിയില്ലല്ലോ, അല്ലെ നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കിയില്ലല്ലോ, അല്ലെ നമ്മുടെ ഹസ്ബൻഡ് മനസ്സിലാക്കിയില്ലല്ലോ, ഫ്രണ്ട് മനസ്സിലാക്കിയില്ലല്ലോ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ തിരിച്ച് ഒരു നിമിഷം അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് ഫുള്ളായിട്ട് അവരെ അറിയാമോ? നമ്മുടെ കുട്ടികളെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾക്ക് അറിയാമോ? നമ്മൾ കുഞ്ഞിലേ മുതൽ നോക്കി നോക്കി വളർത്തുന്ന കൊണ്ടുവന്ന കുട്ടികളുടെ ഉള്ളിൽ അവരെന്താണ് ചിന്തിക്കുന്നത് നമുക്കറിയില്ല. നമ്മുടെ ഹസ്ബൻഡ്, നമ്മൾ ഡെയിലി ഇന്ററാക്ട് ചെയ്യുന്ന നമ്മുടെ ഹസ്ബൻഡിന്റെ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ അമ്മ നമ്മളോട് അത്രയും ക്ലോസ് ആണ്, പക്ഷെ നമ്മുടെ അമ്മയുടെ ഉള്ളിൽ എന്ത് സങ്കടമാണുള്ളതെന്ന് അമ്മയ്ക്ക് അറിയത്തില്ല. ഇന്ന് ഞാനിപ്പോൾ അമ്പലത്തിൽ പോയിരുന്നു. അപ്പോൾ ഒരു പാട്ടി, ഞാനൊരു സാധനം വാങ്ങിച്ചു, പൈസ ഒക്കെ ഇട്ട് വയ്ക്കുന്ന സാധനം. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചപ്പോൾ ആ അമ്മയ്ക്ക് അത് എനിക്ക് എടുത്തു തരാൻ ഭയങ്കര സന്തോഷം. വാടാച്ചെല്ലം ഉള്ള വാ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഞാനത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അമ്പലത്തിലെ പൊങ്കൽ പ്രസാദം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പാട്ടി സാപ്പറിങ്ങളാ ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു കുടുംബ നീയെ ഊട്ടി വിടുന്നു. ഞാൻ ആ പൊങ്കൽ പുള്ളിക്കാരെ വായി വെച്ച് കൊടുത്തപ്പോൾ എനിക്ക് ശരിക്കും കരച്ചിൽ വന്നു. കാരണം എനിക്ക് അമ്മയെ ഓർമ്മ വന്നു. അമ്മ ഇവിടെ ഉണ്ട്, ബട്ട് അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് പുള്ളിക്കാരിയും ഭയങ്കര സന്തോഷമായി. അതായത് ആ അമ്മ എന്നുള്ള ഫീലിങ്സ് എല്ലാ ലേഡീസിൻ്റെ ഉള്ളിലുള്ള ഒരു കാര്യമാണ്. അങ്ങനെ നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം ഫീലിങ്സ് ഉണ്ടല്ലോ, നമ്മളൊരു ബെസ്റ്റ് ഫ്രണ്ടാണ്, നമ്മളൊരു ഡ്രീമറാണ്, സ്വപ്നം കാണാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളുകളാണ്, നമുക്ക് നമ്മളെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇമാജിൻ ചെയ്യാൻ ഇഷ്ടമാണ്, നമ്മൾ ബട്ടർഫ്ലൈ ആയിട്ട് ഇമാജിൻ ചെയ്യും, നമ്മൾ ബ്യൂട്ടിഫുൾ ഗേൾ ആയിട്ട് ഇമാജിൻ ചെയ്യും, ബ്യൂട്ടിഫുൾ പ്രിൻസസ് ആയിട്ട് ഇമാജിൻ ചെയ്യും. ഓഫ് കോഴ്സ് യു ഓൾ ആർ പ്രിൻസസ്. ഓക്കെ, അങ്ങനെ തന്നെ വിചാരിച്ചാൽ മതി. അങ്ങനെയുള്ള വിചാരങ്ങളാണ് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ട്രിക്ക് കേട്ടോ. നമ്മൾക്ക് മാനിഫെസ്റ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ എടുക്കാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? അങ്ങ് വിശ്വസിക്കുക, ഇങ്ങനാണ്, ഇതാണ്, ഞാൻ ബ്യൂട്ടിഫുൾ ആണ്, എന്നെ കൊണ്ട് പറ്റും, ഞാൻ ഇങ്ങനെ ചെയ്തു, അല്ലെ എനിക്ക് അങ്ങനെ പറ്റും. ആ ഒരു ഇമാജിനറി വേൾഡിൽ നിങ്ങളൊന്ന് ട്രാവൽ ചെയ്ത് നോക്കൂ. നിങ്ങളെ കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യങ്ങളും കാണത്തില്ല. പിന്നെ അപ്പാർട്ട് ഫ്രം നമ്മുടെ കൺട്രോൾ അല്ലാത്ത ഹ്യൂമനില്ലേ, മനുഷ്യന്റെ കുറച്ച് ഇടപെടലുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് എന്താ പറയുക, അയച്ച് വിട്ട് പിടിച്ച് ലാസ്റ്റ് നമ്മളെ കൊണ്ട് പറ്റുന്നില്ലാത്ത ഭാഗം കട്ട് ചെയ്ത് കളയുക എന്നുള്ളത് നമ്മൾ പഠിക്കണം. അതായത് നോ പറയേണ്ടത് നോ പറയാൻ പഠിക്കണം, അത് എവിടാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ മോട്ടിവേഷൻ പ്ലസ് സ്കിൻ കെയർ ക്ലാസ്സസ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിചാരിക്കും, ഞാൻ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന അപ്പോൾ ആ ഒരു 2-3 ഡേയ്സിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ സെയിം സിനാരിയോ സിറ്റുവേഷൻസ് കടന്നു പോയിട്ടുണ്ടാവാം, അല്ലെ? അങ്ങനെ അല്ലാത്ത ആരും തന്നെ കാണത്തില്ല. അപ്പോൾ നിങ്ങൾക്കൊന്ന് റീജനറേറ്റ് ചെയ്യാനും നിങ്ങൾക്കൊന്ന് റിഫ്രഷ് ചെയ്യാനും നമ്മൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് മനസ്സിലാക്കാനും സാധിച്ചാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. സോ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്ന് പറഞ്ഞ പോലെ എന്നെയും നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ സ്നേഹം ഞാൻ കാണുന്നുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ സ്നേഹത്തിന്. ഒരു 10 കമൻറ്റിൽ ഒരു സ്നേഹം കിട്ടിയാൽ കൂടെ ഞാൻ വളരെ ഹാപ്പിയാണ്. സോ നമുക്ക് ലോകം മൊത്തം സമാധാനവും സ്നേഹവും വാരി വിതറാം. അപ്പോൾ ഇന്നൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി കാണുന്നതാണ്. ടേക്ക് കെയർ.